കാറിന്റെ ടയറുകളിൽ എയർ ഉണ്ടോന്ന് ചെക്ക് ചെയ്തോ? അല്ല മോളെ, ഇതൊന്നും വായിൽ വെക്കാൻ കൊള്ളില്ല. പൊളിച്ച ആഹാരം. എന്റെ മകളുടെ സ്വത്തുക്കൾ നന്ദനെ ചതിച്ച് എഴുതി വാങ്ങിയപ്പോ ഞാൻ പോട്ടേന്ന് വെച്ചത് അവൾ ചേച്ചിയുടെ മരുമകളായതുകൊണ്ട്. പക്ഷെ അവൾ അനന്തമ്പിള്ളയുടെ ഗുണം കാണിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇപ്പോ ചേച്ചി അവളുടെ സർവന്റായി അല്ലേ? പറ്റിപ്പോയി പ്രതാപ, നീ എന്നോട് ക്ഷമിക്ക്. അച്ഛാ, ഫുഡ് കിട്ടി. ഞാൻ മെഡിസിൻ എടുത്തോണ്ട് വരാം. ഹലോ ഹലോ, ആരാ? ആരാണെന്നോ? നിങ്ങള് പറഞ്ഞിട്ടേ കാർ ആക്സിഡന്റ് ചത്തുപോയ ഗിരിജയാ. അയ്യോ സോറി കേട്ടോ, എന്റെ ഫോണൊന്ന് മാറി. അപ്പൊ ഇതിന്ന് നമ്പർ ഡിലീറ്റ് ആയി പോയതാ. ഞാനും ID കാർഡിൽ നിന്നും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും എന്തിന് റേഷൻ കാർഡിൽ നിന്ന് വരെ ഡിലീറ്റ് ആയി. ചത്തുപോയതുകൊണ്ട് പുറത്തിറങ്ങാനും വയ്യ. നിങ്ങള് കാണിച്ചെന്ന ഹോട്ടലിലെ മുറിയിലെ രഹസ്യമായിട്ട് താമസിക്കുക. ഗിരിജെ, കുറച്ചു ദിവസം കൂടി അവിടെ വിളിച്ചിരിക്കേ. ഒരു വ്യാജ പാസ്പോർട്ട് റെഡിയാക്കി ഞാൻ നിങ്ങളെ ഗൾഫിലേക്ക് അയക്കാം. ആ കേസ് എന്തായി? അത് ഗവൺമെന്റ് ഏറ്റെടുത്ത കേസല്ലേ, ഉടനെ വിധി വരും. വിധി വന്ന ഋതിക അല്ലെങ്കിൽ വർമ്മ, ആരെങ്കിലും ഒരാള് ജയിലില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങളൊന്ന് വിദേശത്തേക്ക് വിടണേ. ഞങ്ങൾക്ക് ഈ ജീവിതം മടുത്തു. ഉടനെ വിടാം, ഷോർ. പിന്നെ പൈസ അയക്കാത്ത എന്താ? അയ്യോ, ഫണ്ട് വന്നില്ല അല്ലേ? സോറി, ഞാൻ ഉടനെ തന്നെ അയച്ചേക്കാം. ആ, ഇപ്പൊ തന്നെ അയക്കണം. അയക്കാം. നീ വിഷമിക്കാതെ നിൽക്കുകയാമനി, എല്ലാം ശരിയാവുന്നേ. ഇനി എങ്ങനെ ശരിയാവും ശേഖരേട്ടാ? എല്ലാം തകർന്നില്ലേ? കടം വന്ന് മില്ല് വിറ്റുപോയ കാര്യം പ്രതാപേട്ടൻ എന്നായാലും അറിയില്ലേ? തൽക്കാലം ഏട്ടനൊന്നും അറിയാൻ പാടില്ല. എല്ലാം കൂടി ഏട്ടനെ താങ്ങാനാവില്ല. ഞാൻ ആ മില്ലിലെ ഒരു സാധാരണ സ്റ്റാഫാണെന്ന് അറിഞ്ഞാൽ ഏട്ടൻ തകർന്നു പോകും. അതുകൊണ്ട് അതൊന്നും ഇപ്പം വേണ്ട. എത്ര നാളിങ്ങനെ അറിയിക്കാതെ വെക്കും ശേഖരേട്ടാ? പോകുന്നവരെ പോട്ടെ. എങ്ങനെ കഴിഞ്ഞിരുന്ന വീടായത്? ആ പെണ്ണ് വന്ന് കയറിയ അന്ന് മുതലേ ഈ വീട് നശിക്കാൻ തുടങ്ങിയതാ. പെണ്ണിന് എന്തിനാ കുറ്റം പറയുന്നത് ശേഖരേട്ടാ? മൊത്തം കൈവശപ്പെടുത്താനുള്ള ആർത്തിയല്ലേ ആ അമ്പയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച്? അവരോടുള്ള അതിരി കവിഞ്ഞ കൂടപ്പറപ്പ് സ്നേഹോ ഏട്ടനെ ഈ നിലയെ കൊണ്ട് എത്തിച്ചത്. അതിലൊക്കെ ഉപരി രാജുവിന്റെ കുടുംബത്തിന്റെ ശാപ. ശേഖര, ഏട്ടൻ കേട്ടുകണോ? ഏയ്, ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഓ, ദീപു, ബെഗേഴ്സ് ആണെന്ന് തോന്നുന്നു. ഡോണ്ട് എൻകറേജ് പ്രൊഫഷണൽ ബെഗേഴ്സ്. 1 രൂപ കൊടുത്തു പോരുത്. എന്താ ഇവിടെ? ഈ വീട്ടിൽ ഭിക്ഷ കൊടുക്കുന്ന പതിവൊന്നുമില്ല. നിങ്ങൾ പോയേ. പിച്ചക്കാരെ കാണുന്നതിന് ഞങ്ങൾക്ക് അലർജിയാ. വേഗം പോയട്ടെ ഇവിടുന്ന്. അയ്യോ, ഞങ്ങള് പിച്ചക്കാരൊന്നും അല്ല, വർമ്മ സാറിനെ കാണാൻ വന്നതാ. വർമ്മ സാറിനെ കാണാനോ? എന്തിനാ അങ്ങനെ കണ്ടിട്ട്? സാറ് പഠിക്കാൻ മാർഗമില്ലാത്ത കുട്ടികൾക്ക് പഠനത്തിന് സഹായം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ആ മോളെ, ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ അവിടെ പോയി വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നേനെ. ദാ പിടിക്ക്. എന്റെ ഭർത്താവ് മരിച്ചുപോയി. അതിന് ഞാനെന്ത് വേണം?
എന്റെ മോള് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക. മോളിലേക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാറിനെ കണ്ട് ഒരു സഹായം ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. ബെസ്റ്റ്. പിച്ചക്കാരെക്കാളും കഷ്ടമായിട്ടെ അങ്ങനെ അകത്തിരിപ്പുണ്ട്. സഹായം ചോദിച്ചു വന്ന സ്ഥലം കൊള്ളാം. സ്ത്രീയെ വർമ്മസാർ ജീവനോടെ ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ മന്ത്രിയോ അല്ല മണ്ണാങ്കട്ടയോ അല്ല. ഒരു പ്രയോജനവും ഇല്ല. ഇവളെ കണ്ടോ? ഇവളുടെ ഇപ്പോഴത്തെ കോലം കണ്ടോ? തൊഴിലുറപ്പിന് പോകുന്ന പോലെ ഒരു കമ്പനിയിൽ തയ്ക്കാൻ പോവാ. പഠിക്കാൻ പോവാണെന്നൊരു നുണയും. ഇവരുടെ ആരുടെ അടുത്തും ഒരു 10 രൂപ തികച്ചെടുക്കാൻ കാണില്ല. സഹായം ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. കാരണം ഞാൻ അനന്തം പിള്ളയുടെ മോളാ. വർമ്മ ഗ്രൂപ്പ് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. നിലവിൽ അതൊന്നും ഇല്ല. എല്ലാത്തിന്റെ മുകളില് ഈ ഞാൻ മാത്രമാ. മനസ്സിലായോ? പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്. ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരെ കണ്ടാ എനിക്ക് ദേഷ്യ. ജീവിക്കണമെങ്കിൽ വല്ല ജോലി എടുത്ത് ജീവിച്ചൂടെ? അല്ലാതെ കണ്ട വീടുകളിൽ പോയി തെണ്ടി ജീവിക്കരുത്. മകളെ പഠിപ്പിക്കാൻ കാശില്ലെങ്കിലേ എഡ്യൂക്കേഷൻ ലോൺ കിട്ടും. അതിനും പറ്റിയില്ലെങ്കിൽ കൂലിപ്പണിക്ക് വിടണം. മനസ്സിലായോ?